ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാ കിച്ചൻ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് സ്പ്രിംഗ് ഓനിയൻ തോരനുമായിട്ടാണ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ കുറച്ച് സ്പ്രിംഗ് ഓനിയൻ കഴുകി കട്ട് ചെയ്തിട്ട് വെള്ളം വാർന്നു പോകാൻ ഒരു സ്ട്രെയിനിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പിനായിട്ട് 1/2 കപ്പ് തേങ്ങയും ഒരു ചെറിയ സവാളയുടെ പകുതിയും ഒരു വെളുത്തുള്ളിയും 3 പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് തേങ്ങയും വെളുത്തുള്ളിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാനൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളകും നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സ്പ്രിംഗ് ഓനിയൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാൻ വെക്കാം. ഒരുപാട് ജലാംശമുള്ള ഒന്നാണ് ഉള്ളിത്തണ്ട്, അതുകൊണ്ടിട്ട് ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല. നമുക്കിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കാൻ വെക്കാം. ഇതിന് ഒരുപാട് വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മൂടി തുറന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് നമുക്കിതൊന്ന് 2 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് തുറന്ന് വെച്ച് ഒരല്പനേരം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ സമയത്ത് ഇതിൽ നിന്നും ഇറങ്ങി വന്നിരിക്കുന്ന ഈ വെള്ളമൊക്കെ ഒന്ന് മാറി ഇതൊന്ന് ഡ്രൈ ആക്കി കിട്ടും. ഇവിടെ സ്പ്രിംഗ് ഓനിയൻ്റെ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.